ഹായ് ചെങ്കള് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്താ ഒരു സ്പെഷ്യൽ റെസിപ്പി ആട്ടോ. ആലു സമൂസ, പഞ്ചാബി സമൂസ എന്ന് പറയും, ബംഗാളികളെ ഇനി സിംഗാര എന്ന് പറയും. ഞാൻ ഗൾഫിലൊക്കെ ഒരുപാട് ഉണ്ടാക്കിയതാട്ടോ. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഉരുളക്കിഴങ്ങ്, പിന്നെ തലേന്ന് വെള്ളത്തിലിട്ട ഗ്രീൻ പീസ്, ഫ്രഷ് മട്ടർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കട്ടോ. അത് നമുക്ക് ആദ്യം ഒന്ന് പുഴുങ്ങിയിട്ട് എടുക്കണം. പീസ് ഉടഞ്ഞു പോകുന്നതിനെ കൊണ്ടാട്ടോ ഒറ്റ വിസില്. പിന്നെ നമുക്ക് സമൂസന്റെ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ മൈദ എടുക്കാം. ഇൻസ്റ്റാമാർട്ടിന്ന് വരുത്തിച്ച മൈദയാണ് കേട്ടോ. സുപ്രീം എവറസ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനീന്റെ മൈദയാണ് പാക്കറ്റിലുള്ളത്. പക്ഷെ അടിപൊളി മൈദ കേട്ടോ. നമുക്ക് അതിനായിട്ട് മൈദ കുഴച്ചെടുക്കാം. മൈദയിൽ പാകത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് കൂടണ്ട, ഉപ്പ് ലേശം കുറഞ്ഞാലും കുഴപ്പമില്ല, പാകത്തിന് ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ലേശം സൺഫ്ലവറും കൂടി ഒഴിച്ചിട്ട് നല്ല പുട്ടുപൊടിക്ക് നനയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണേ. മെല്ലെ ടൈം എടുത്ത് കുഴച്ചാൽ മതി കേട്ടോ. പിന്നെ അതാ കുറച്ചും കൂടി സൺഫ്ലവർ ഒഴിച്ചിട്ട് നമ്മൾ പുട്ടുപൊടി നനച്ച് കുഴക്കുന്ന പോലെ കുഴക്കട്ടോ. സൺഫ്ലവർ ഓയിൽ മിക്സിന്റെ ജാറിൽ വെച്ചതിനെ കൊണ്ടാട്ടോ അതിൽ ലീക്കായത് ഒഴിച്ചതാ. ഇതങ്ങനെ നല്ല രീതിയിൽ പുട്ടുപൊടി പോലെ കുഴച്ചെടുക്കണം. നമ്മൾ ഇതാ പുട്ടു പരുവത്തിൽ കുഴച്ചെടുക്കണം. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല കുഴച്ചെടുക്കണേ. കുഴച്ചെടുക്കാൻ തന്നെ നമ്മൾ ചപ്പാത്തിക്കും പൊരിക്കും കുഴക്കൂലേ, ഓവർ ലൂസില്ലാത്ത രീതിയിൽ കുഴച്ചെടുക്കണേ. ലേശൊരു ടൈറ്റ് വേണം. ആ ടൈറ്റ് എന്തിനാന്ന് വെച്ചാൽ ഷീറ്റ് ഇങ്ങനെ അട്ടിക്കിട്ടിട്ട് നമ്മൾ മുറിച്ചെടുക്കാണ്. ഓവർ ലൂസിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഷീറ്റ് ഒട്ടി പിടിക്കട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ഇതാ പച്ചമുളക് വേണം, ഉള്ളി വേണം, മല്ലിയില വേണം കേട്ടോ. പിന്നെ ഇതാ ചെറിയ ജീരകം, നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ സൺഫ്ലവർ, എന്നിട്ട് ചെറിയ ജീരകം പൊട്ടിച്ചൊഴിക്കുക. പാകത്തിന് ഇതാ ഉള്ളി ചേർക്കുക. പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കട്ടോ. ഞാൻ കുറച്ച് ചേർത്താണ്, മക്കളൊക്കെ ഉള്ളതിനെ കൊണ്ട് എല്ലാവരും കഴിക്കുന്നത് കൊണ്ട് പച്ചമുളക് കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. നല്ല ഇളക്കിയ ശേഷം കുറച്ച് മുളക് പൊടി, കളറിന് മുളക് പൊടി മാത്രം മതി. ഉണ്ടെങ്കിൽ ലേശം ഗരം മസാലയോ ചാറ്റ് മസാലയോ ചേർക്കാം. എന്നിട്ട് ഇതാ ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുക്കുന്നതിന് മുന്നേറ്റ് മല്ലി ഇലയും കൂടി ഇടണേ. മല്ലിയില ലേശം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മല്ലിയില ഇട്ടതാ ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കണം. പിന്നെ ഗ്രീൻ പീസ് പൊടിച്ചെടുത്ത ശേഷം ഗ്രീൻ പീസ് ചേർത്താൽ മതി കേട്ടോ. വലിയ ഗ്രീൻ പീസ് ഉടഞ്ഞു പോണ്ടാന്ന് വെച്ചിട്ടാണ്. പിന്നെ അതാ മാവ് എടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് പരുവം വെച്ച മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് പിടിക്കട്ടോ. ചെറിയ ബോളാക്കിയാൽ മതി, വളരെ ചെറിയ ബോൾ മതി കേട്ടോ. നമ്മൾ ഭൂരിന്റെ അത്ര അതിന് കണ്ടിട്ട് ചെറുനാരങ്ങന്റെ വലിപ്പം അത്ര മതി. ഇതാ കണ്ടില്ലേ, ഈ ബോൾ ഷേപ്പ് എടുത്തിട്ട് നമ്മൾ സമൂസന്റെ ഷീറ്റ് പരത്തിയെടുക്കുക കേട്ടോ. ഇത് നമ്മൾ മറ്റേ സമൂസന്റെ പോലെയല്ല, ഇങ്ങനെ ലേശം നീളം കൂട്ടിയിട്ട് പരത്തിയെടുത്ത് നമ്മൾ അട്ടിക്കിടണം കേട്ടോ. അട്ടിക്കിട്ടിട്ട് ഇതിന്റെ ഒരു പകുതി മതി നമുക്ക് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല പരത്തിയിട്ട് നീളത്തിൽ പരത്തണം. നീളത്തിൽ പരത്തിയിട്ടാൽ നമുക്ക് ഒരേപോലെ പരത്തിയിട്ട് കത്തീനെ കൊണ്ട് മുറിച്ചെടുക്കാം. ഇതാ കത്തീനെ കൊണ്ട് നല്ല നല്ല നീളമുള്ള ബ്ലേഡ് പോലെ കത്തിയാണെങ്കിൽ ഒരേ ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇത് ചെറിയൊരു കത്തിയായിരുന്നു കേട്ടോ. വീടുകളിലൊക്കെ അതിനെ കൊണ്ട് പിന്നെ കത്തി അങ്ങനെയല്ല ഉണ്ടാവുള്ളൂ. ഞാൻ പണ്ട് ഗൾഫിലൊക്കെ ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കിയ സമൂസ കേട്ടോ. ഹിന്ദിക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സമൂസയാണ്. പിന്നെ ആകെയുള്ള പണി എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചെടുക്കലാണ്. അത് നമുക്ക് വെള്ളത്തിൽ തന്നെ സിമ്പിളായിട്ട് ഒട്ടിച്ചെടുക്കട്ടോ. വെള്ളത്തിൽ ആ മിക്സയിൽ നിറയ്ക്കുക, നമ്മളെ ചുറ്റിനും വെള്ളം നിറയ്ക്കുക. ആ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പാണ് ആലു സമൂസന്റെ പ്രത്യേകത കേട്ടോ. ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ നമ്മൾ ഇതിന്റെ മുകളിലൊക്കെ വെച്ചാൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ. ആ ഷേപ്പിൽ നമ്മൾ ഒട്ടിച്ചെടുക്കണം. രണ്ട് വശം അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയാൽ മതി. നമ്മൾ തോണിയൊക്കെ ഉണ്ടാക്കൂല പണ്ട്, അതേപോലെ മടക്കിയിട്ട് ഇത് നിറച്ചിട്ട് ഇങ്ങനെ ചുറ്റിനും തേച്ചിട്ട് ഒരു സൈഡിനെ കൊണ്ട് ഒരു സൈഡിലേക്ക് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ കണ്ടില്ല, അങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതിയേ. പിന്നെ എൻ്റെ ചാനൽ കാണുന്നവരോടാട്ടോ പറയാനുള്ളത്, എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒരുപാട് ചെറിയ ചാനലുകളെ വലുതാക്കിയ നിങ്ങളാട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി തരണം എൻ്റെ ചങ്കള. നിങ്ങളെ സപ്പോർട്ട് ഇല്ലാണ്ട് ഞാൻ പറയാം എനിക്ക് മുന്നോട്ട് തീർച്ചയായിട്ടും പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ സമൂസ ഞാനും മോളും കൂടിയൊക്കെ സമൂസ പൊരിച്ചെടുത്ത് പിന്നെ ഞങ്ങൾ വൈകുന്നേരം കുറച്ച് കാപ്പിയൊക്കെ വെച്ച് സമൂസ കഴിച്ചിട്ടോ. അടിപൊളി സമൂസയാണ് കേട്ടോ പഞ്ചാബി സമൂസ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളി സമൂസ എന്ന് പറഞ്ഞാൽ അടിപൊളി സമൂസയാണ്. സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് സമൂസയാണ് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചെങ്കുകളെ. ഓക്കെ, ബൈ.